അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. നശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വനശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി വഅസ്ഹാബി സയ്യിദിനാ മുഹമ്മദ്. ബഹുമാന്യരെ, പരിശുദ്ധ ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നായ സക്കാത്ത് നഷ്ടപ്പെടുത്താൻ വേണ്ടി പരിശുദ്ധ ഇസ്ലാമിനെ തകർക്കാൻ ഒരുങ്ങിയ പലരും അവരുടെ കാര്യസാധ്യത്തിനു വേണ്ടി ദായകരിൽ നിന്ന് സക്കാത്ത് പിരിച്ചെടുത്ത് ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുകയും ചിലപ്പോൾ മദ്യപിക്കാൻ വേണ്ടി വരെ ഉപയോഗപ്പെടുത്തുകയും പത്രം നടത്താൻ ഉപയോഗപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന അതിദാരുണമായ ഒരു സാഹചര്യം ഇന്ന് കേരളത്തിൽ ഉണ്ടാവുകയും അതിന് പ്രചോദനം നൽകുന്ന ആളുകൾ അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് നീങ്ങുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ അതിനെ സംബന്ധിച്ചുണ്ടാകാൻ സാധ്യതയുള്ള തെറ്റിദ്ധാരണകൾ തിരുത്താനും ഇസ്ലാമിൻ്റെ ശരിയായ ആശയം ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും ഇമാമിങ്ങളുടെ ഗ്രന്ഥങ്ങളുടെയും അടിസ്ഥാനത്തിൽ വിവരിക്കാനും വേണ്ടി ഈ അടുത്ത് ഞാൻ കുറ്റ്യാടിയിൽ ഒരു പ്രസംഗം നടത്തിയിരുന്നു. ആ പ്രസംഗത്തിലെ ഒരു വിഷയത്തിനും ഒരു മറുപടിയും പറയാൻ കഴിയാതെ കുടുങ്ങിയ മൗലവിമാർ ഇപ്പോൾ ചില തെറ്റിദ്ധരിക്കലുകൾക്ക് ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. ഞാൻ അന്ന് KNM മുജാഹിദുകൾ പരസ്പരം ഭിന്നിക്കുന്നതിന് മുമ്പ് KNM പ്രസിദ്ധീകരിച്ച ഈ പുസ്തകം വായിച്ചിരുന്നു. മുസ്ലിങ്ങളുടെ അനാചാരങ്ങൾ ഒരു സമഗ്ര വിശകലനം എന്ന പുസ്തകം വായിച്ചിരുന്നു. ഇതിൽ പറയുന്നത് ഒരിക്കലും അവനവൻ സക്കാത്ത് കൊടുത്താൽ പറ്റില്ല എന്നാണ്. ഞാനിതൊന്ന് വായിക്കാം. ഉടമസ്ഥൻ നേരിട്ട് അവകാശികൾക്ക് തൻ്റെ സക്കാത്ത് നൽകുവാൻ പാടില്ലെന്നാണ് ഇസ്ലാമിൻ്റെ ഖണ്ഡിതമായ വിധി. ഇത് പറഞ്ഞുകൊണ്ട് അവരെഴുതുന്നതാണ് വലിയ അത്ഭുതം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, നിങ്ങൾ പ്രവർത്തകന്മാരിലേക്ക് തന്നെ സക്കാത്ത് നൽകുവീൻ. അവർ അത് അവകാശികൾക്ക് നൽകാതെ കള്ള് വാങ്ങിക്കുടിച്ചാലും ഇതിൻ്റെ പരമ്പര സഹിഹായതാണ്. ഇങ്ങനെ ഇവരുടെ പ്രവർത്തകന്മാർക്ക് അവർ കള്ളു വാങ്ങി കുടിക്കുകയാണെങ്കിലും സക്കാത്ത് കൊടുക്കണം എന്ന് ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് എന്ന വിധത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആശയം പറയുകയും സ്വന്തം കൊടുത്താൽ അത് പാടില്ലെന്ന്, അങ്ങനെയാണ് ഇസ്ലാമിൻ്റെ ഖണ്ഡിതമായ വിധിയെന്ന് പറയുകയും ചെയ്തുകൊണ്ട് KNMൻ്റെ പ്രസിദ്ധീകരണമായ ഈ പുസ്തകത്തിൽ നമുക്ക് 310 പേജിൽ കാണാൻ സാധിക്കും. വാസ്തവത്തിൽ ഇത് ഞാൻ ഉദ്ധരിച്ചിട്ട് ഒരു മൗലവിയും ഇതിനെ സംബന്ധിച്ചൊന്നും മിണ്ടുന്നില്ല. അങ്ങനെ കള്ളു വാങ്ങി കുടിക്കാൻ വേണ്ടി സക്കാത്ത് കൊടുക്കാൻ പറ്റുമോ? അതിനെ സംബന്ധിച്ച് ഇന്നുവരെ ആരും അത് ഒന്നും പറയുന്നില്ല. അപ്പം ഇസ്ലാം മതത്തെ ആകെ അട്ടിമറിക്കാൻ വേണ്ടി ഉദ്ദേശിച്ച ഈ മൗലവിമാർ അവർക്ക് ചോദ്യത്തിനൊന്നും മറുപടി പറയാൻ കഴിയാതിരിക്കുമ്പോൾ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയുള്ള ചില കുൽസിത ശ്രമങ്ങൾ നടത്തുകയാണ്. ഇതേപോലെ ഇതേ പുസ്തകത്തിൽ നിന്ന് ഞാൻ അടുത്ത പേജ് വായിച്ചിരുന്നു. ഇത്തഫഖൽ അഇമ്മത്തുൽ അർബഅത്തു അലാ അന്നഹു ലാ യജൂസു ഇഖ്റാജു സക്കാത്തി ലിബിനാഇ മസ്ജിദിൻ ഔ തക്ഫീനി മയ്യിത്തിൻ എന്നുള്ള സ്ഥലത്ത് ലാ യജൂസു എന്ന ലാ ഒഴിവാക്കി ഇവർ മീസാനുൽ കുബ്രയുടെ 2-ാം വാള്യം 14-ാം പേജിൽ പള്ളി നിർമ്മിക്കുവാനും മയ്യത്തിനെ കഫൻ ചെയ്യുവാനും സക്കാത്തിന്റെ പൈസ വിനിയോഗിക്കൽ അനുവദനീയമാണെന്ന് 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾ യോജിച്ചു പറയുന്നു എന്ന് നേർവിപരീതമായി 4 മദ്ഹബിന്റെ ഇമാമികളും ജായിസാവുകയില്ല എന്ന് പറഞ്ഞതിനെ ജായിസാകും എന്നാക്കി മാറ്റിയിട്ട് ഇതേ പുസ്തകത്തിന്റെ 311-ാമത്തെ പേജിൽ KNM പഠിപ്പിക്കുന്നത് ഞാൻ ഉദ്ധരിച്ചിരുന്നു. ഇതിനെ സംബന്ധിച്ചൊന്നും യാതൊന്നും പറയാതെ ഇപ്പോൾ നമ്മുടെ നാദാപുരത്ത് വന്ന് അബൂജഹലിന്റെ ബഹുമാനം പറയുകയും അതുപോലെ പാട്ടുപാടുകയും ചെയ്തിരുന്ന ഒരു വ്യക്തി ഇപ്പോൾ ഒരു ക്ലിപ്പിറക്കിയതായി കേൾക്കാൻ സാധിച്ചു. വളരെ അത്ഭുതകരമാണ് അദ്ദേഹത്തിന്റെ കാര്യം. അദ്ദേഹം ആദ്യം ഇതേപോലെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ അദ്ദേഹം പറയുന്നത് അതിലുള്ള പോസ്റ്റർ തന്നെ സമസ്ത 1952 പറഞ്ഞത് പിൻവലിച്ചോ എന്നായിരുന്നു. ബഹുമാന്യരായ ശൈഖുന കാന്തപുരം ഉസ്താദിൻ്റെയും എൻ്റെയും അതേപോലെ ബഹുമാന്യരായ ജിഫി മുത്തുക്കോയ തങ്ങൾ അവരുടെയും നജീബ് മൗലവി അവരുടെയും 4 ആളുടെയും ചിത്രം വെച്ചുകൊണ്ട് 1952 സമസ്ത കേരള ജമിയത്തുൽ ഉലമ അവിഭക്ത സമസ്തയാണല്ലോ, അന്നത്തെ ആ സമസ്തയെ അംഗീകരിക്കുന്ന
എല്ലാ വിഭാഗം പണ്ഡിതന്മാരെയും ഒരുമിച്ച് ഫോട്ടോ കൊടുത്ത് സമസ്തയെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നടത്തിയ ആ ശ്രമം വളരെ മോശമായ ഒരു ശ്രമമായിരുന്നു. അങ്ങനെ സമസ്ത പിൻവലിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ആളുകൾ എന്താ ഭരിക്കുക? സമസ്ത 1952 ഇങ്ങനെ സംഘടിത സക്കാത്ത് കൊടുക്കുന്നതിന് അനുവദിച്ചിരുന്നു എന്നാണല്ലോ. അത് തന്നെ യഥാർത്ഥത്തിൽ ശുദ്ധമായ കളവും വെട്ടിപ്പും തട്ടിപ്പുമായിരുന്നു. ഇമാമിങ്ങളെ കിതാബുകളിൽ തന്നെ വെട്ടിപ്പ് നടത്തുന്ന ലായജൂസുള്ള സ്ഥലത്ത് ജൂസുകളെന്നാക്കി മാറ്റുന്ന കക്ഷികൾക്ക് എന്ത് വെട്ടിപ്പ് നടത്തുന്നതിന് യാതൊരു മടിയും ഉണ്ടാവുകയില്ലല്ലോ. അതിൽ പറയുന്ന ഒരു കാര്യം, കാന്തപുരവും അനുയായികളും മറ്റും കമ്മിറ്റിക്ക് കൊടുത്താൽ വീടുകയില്ല എന്ന് ഇപ്പോൾ പറയുന്നു. 1952 അവർ പറഞ്ഞത് അങ്ങനെയല്ല എന്നാണ് പറയുന്നത്. അത് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. കാന്തപുരം മുസ്ലിയാരും അതുപോലെ തന്നെ പേരോട് സഖാഫി എന്ന ശിഷ്യനുമൊക്കെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഒരു കമ്മിറ്റിക്ക് കൊടുത്താൽ അത് വീടുകയില്ല, അങ്ങനെ ഒരു സംവിധാനം വിതരണത്തിൽ പാടില്ല എന്നല്ലേ. എന്നാൽ അവർ മറുപടി പറയേണ്ടുന്ന അല്ലെങ്കിൽ സമൂഹത്തിന് വിശദീകരണം നൽകേണ്ടുന്ന ഒരു കാര്യം ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോ എന്നിട്ട് അദ്ദേഹം പറയുന്നത് കമ്മിറ്റിക്ക് വക്കാലത്താക്കി കൊടുക്കാമെന്ന് 1952 പറഞ്ഞു എന്നാണ്. അങ്ങനെ യഥാർത്ഥത്തിൽ 1952 ഒരു ഉസ്താദും പറഞ്ഞിട്ടില്ല, PF മൗലവിയും പറഞ്ഞിട്ടില്ല. പറയാത്ത കാര്യം വേറെ ഒരു വിഷയം സംസാരിച്ചതിനെ സംബന്ധിച്ച് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവതരിപ്പിക്കുകയാണ് മൗലവി. അദ്ദേഹം അടിവരയിട്ടത് വ്യക്തിക്ക് വക്കാലത്ത് കൊടുക്കാം, ഒരു കമ്മിറ്റിക്ക് വക്കാലത്ത് കൊടുക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞു വെച്ചത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകം പറയുന്നത്. എന്താണ് അതിലെ വാചകം? ഇന്ന് നമുക്ക് അങ്ങനെയുള്ള ഇസ്ലാമിയ ഹുകൂമത്ത് ഇല്ലെങ്കിലും ഓരോ ദേശക്കാരും യോജിച്ചുകൊണ്ട് മുഖ്ലിസുകളായ ഉലമാക്കളും വിശ്വസ്തന്മാരായ പൗരന്മാരും അടങ്ങിയ ഒരു ജംഇയ്യ, ബ്രാക്കറ്റിൽ മലയാളത്തിൽ തന്നെ നോക്കൂ, കമ്മിറ്റി രൂപീകരിച്ച് ഇസ്ലാം നിർദ്ദേശിക്കുന്ന അതേ രൂപത്തിൽ അവകാശികൾക്ക് വിതരണം ചെയ്യുന്നതായാൽ അത് വളരെ പ്രയോജനകരമായിരിക്കുന്നതാണ്. ഇവിടെ കമ്മിറ്റിക്ക് വക്കാലത്താക്കുക എന്ന ഒരു വാചകം അതിലില്ല. മറിച്ച് അവകാശികൾക്ക് വിതരണം ചെയ്യുക. ആര് വിതരണം ചെയ്യുക? വിതരണം ചെയ്യേണ്ട ആളുകൾ വിതരണം ചെയ്യുക. അതിനുള്ള സഹായകരമായ കമ്മിറ്റി ഉണ്ടാക്കുന്നത് നല്ലതാണെന്ന് പറയുന്നതാണ് പി അബ്ദുള്ള മൗലവിയുടെ ലേഖനം. അല്ലാതെ കമ്മിറ്റിയെ വക്കാലത്താക്കുന്നതോ കമ്മിറ്റി വാങ്ങി വിതരണം ചെയ്യുന്നതോ അതിൽ പറയുന്നേയില്ല, പരാമർശിക്കുന്നേയില്ല. ഈ കാര്യം ഞാൻ കൃത്യമായി കഴിഞ്ഞ പ്രസംഗത്തിൽ ഓർമ്മപ്പെടുത്തിയപ്പോൾ ഇവിടെ കിട്ടിയത് പോയി എന്ന നിലക്ക് മൗലവിമാർ വളരെ പരുങ്ങലിലാണ്. ഇനി ഇദ്ദേഹത്തിന്റെ വേറെ ഒരു വിഷയം കൂടി ഞാൻ ശ്രദ്ധയിൽപ്പെടുത്താൻ. ഇദ്ദേഹം ഒരാള് വ്യക്തിയെ തന്നെ വക്കാലത്താക്കിയാൽ ആ വക്കാലത്താക്കപ്പെട്ട വ്യക്തി അത് കൊടുത്തിട്ടില്ലെങ്കിൽ ഈ വക്കീലായ ആളും കുറ്റക്കാരനാണ്, വാസ്തവത്തിൽ കൊടുത്തേൽപ്പിച്ച ആളും കുറ്റക്കാരനാണ്. അദ്ദേഹത്തിന്റെ ബാധ്യത നിർവഹിക്കപ്പെടുകയില്ല എന്ന് ഇമാം നവവി അടക്കമുള്ള എല്ലാ ഇമാമിങ്ങളും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനെ അവർ മൂടി വെക്കുകയാണ്. മൂടി വെച്ചുകൊണ്ട് അദ്ദേഹം സംസാരിക്കുമ്പോൾ ഉരുളുന്ന ഒന്ന് കേട്ടോളൂ. അത് ഓരോരുത്തർക്കും ബോധ്യമാകുന്ന ആളുകൾക്ക് കൊടുത്തോട്ടെ. അത് അവരല്ലേ അവരുടെ ഉത്തരവാദിത്തം നിർവഹിക്കേണ്ടത്. അത് അവരത് നിർവഹിക്കുന്നില്ലെങ്കിൽ കൊടുത്തവനും കുറ്റക്കാരനും അവരും കുറ്റക്കാരാകുമല്ലോ. അതെന്താണ് പറഞ്ഞത്? കൊടുത്തക്കാരനും കുറ്റക്കാരനും അവർ കുറ്റക്കാരാകുമല്ലോ എന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞത്? അപ്പൊ യഥാർത്ഥത്തിൽ കൊടുത്തവനും കുറ്റക്കാരനാവും എന്നാണ് പറയേണ്ടത്. അത് പറയാൻ അദ്ദേഹത്തിന്റെ നാവ് വന്നു, പക്ഷേ വഴിക്കുന്നത് വിഴുങ്ങിയതാണ്. കാരണം അത് പറഞ്ഞാൽ പിന്നെ ആളുകൾ ഇവരെ ഏൽപ്പിക്കൂലല്ലോ, അതിനുവേണ്ടി അത് വിഴുങ്ങാണ്. അതിരിക്കട്ടെ. ഇനി ഇവര് പറയുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത് എന്താണ്? വ്യക്തികൾ കൊടുത്താൽ മതിയാവുകയില്ലെന്ന് പറയുന്നില്ല എന്ന് കഴിഞ്ഞ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ ഈ പ്രസംഗത്തിൽ അദ്ദേഹം പി അബ്ദുൽ മൗലവിയിൽ നിന്ന് ഉദ്ധരിച്ച് പറയുമ്പോ അവിടെ മതി എന്നല്ലല്ലോ എന്നും അദ്ദേഹം പറയുന്നുണ്ട്. വ്യക്തികൾക്ക് കൊടുത്താൽ മതി എന്നല്ലല്ലോ മുസ്ലിയാരെ പറഞ്ഞത്. അതെ, അപ്പൊ വ്യക്തികൾ കൊടുത്താൽ മതി എന്നല്ലല്ലോ എന്നാ ഇപ്പൊ പറയുന്നത്. എന്നാ അങ്ങനെ മതി എന്ന് പറഞ്ഞ അയാൾ എന്നൊന്ന് വായിക്കട്ടെ. വ്യക്തികൾ തന്നെ തങ്ങളുടെ സക്കാത്ത് ശരിയായ വിധത്തിൽ വിതരണം ചെയ്താലും മതിയാകാതെയല്ല. നമ്മളും പറയുന്നു, എല്ലാവരും പറയുന്നു, ഒരു വ്യക്തി തങ്ങളുടെ സക്കാത്ത് ശരിയായ വിധത്തിൽ വ്യക്തിക്ക് തന്നെ
അവരവര് തന്നെ അവകാശികളെ കണ്ടെത്തി നേരിട്ട് കൊടുക്കുകയാണെങ്കിലും അത് മതിയാകൂല എന്നൊന്നും ഇവിടെ ആർക്കും അഭിപ്രായമില്ല. ശുദ്ധമായ കളവല്ലേ പറഞ്ഞത്. നേരത്തെ ഞാൻ വായിച്ചു കേൾപ്പിച്ചില്ലേ KNMന്റെ പുസ്തകം. അത് കള്ളുകുടിക്ക് സക്കാത്ത് വാങ്ങി കള്ളുകുടിക്കുകയാണെങ്കിൽ പോലും വ്യക്തിക്ക് കൊടുക്കരുത്, അത് പ്രവർത്തകന്മാർക്ക് കൊടുക്കണം തന്നെ ഞാൻ വായിച്ചില്ലേ. ഇനി അൽമനാറിൽ നിങ്ങൾ നോക്കൂ, അൽമനാറിൽ എഴുതാണ് 2013 മെയ് അൽമനാർ സക്കാത്ത് ശേഖരിച്ച് വിതരണം ചെയ്യുന്നതിനു പകരം വ്യക്തികൾക്ക് നേരിട്ട് വിതരണം ചെയ്യുന്ന രീതി ഈ രംഗത്തുള്ള ബിദഅത്താണ് എന്ന് വ്യക്തമായി എഴുതിയത് കാണാം. ബിദഅത്ത് ഒക്കെ ഹലാലാണോ? അപ്പോ വ്യക്തികൾക്ക് കൊടുക്കാൻ പാടില്ല എന്നാണ് അവർ വാദിച്ചതും പറഞ്ഞതും ആ പുസ്തകത്തിലുള്ളതും. എന്നിട്ട് അതിവിടെ മൂടി വെക്കുകയാണ് മൗലവിയുടെ എല്ലാ പരിപാടിയും അങ്ങനെ തന്നെയാണല്ലോ. എല്ലാം കബളിപ്പിക്കലാണ്, മനുഷ്യന്മാരെ കബളിപ്പിക്കലാണ്. ഇനി അടുത്ത വിഷയം നിങ്ങൾക്ക് കേൾക്കാം. അദ്ദേഹം പറയാണ്, ഒരു സമിതി ഉണ്ടാക്കിയിട്ട് സക്കാത്ത് പിരിച്ച് വിതരണം ചെയ്യുന്നതിന് ഖുർആനിൽ തെളിവുണ്ടെന്ന് അദ്ദേഹം പറയുന്നില്ല, ഹദീസിൽ തെളിവുണ്ടെന്ന് പറയുന്നില്ല, ഇമാമികളെ കിതാബിൽ തെളിവുണ്ടെന്ന് അദ്ദേഹം പറയുന്നില്ല. അയാൾ പറഞ്ഞ സമൂഹത്തിൽ പരക്കെ അങ്ങനെ അറിയപ്പെടുന്നുണ്ട്, അത് അംഗീകരിക്കുന്നുണ്ട് എന്നാണ്. അങ്ങനെ സമൂഹത്തിൽ കുറച്ച് ആളുകൾ അംഗീകരിച്ചാൽ ഇസ്ലാമിലൊരു നിയമമാവോ? അതാണ് മൗലവി പറയേണ്ടത്. സമൂഹത്തിൽ കുറച്ച് ആൾക്കാർ പരക്കെ അംഗീകരിച്ചാൽ, ഇവിടെ പരക്കയുടെ പലതും അംഗീകരിക്കുന്നുണ്ട്, സമൂഹത്തിലുള്ള ആളുകൾ പലതും അംഗീകരിക്കുന്നുണ്ട്, അതൊക്കെ ഇസ്ലാമിന്റെ നിയമമാവോ? മൗലവി പറയുന്നത് കേട്ടോളൂ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെയും ഖുലഫാവുകളുടെയും ഒക്കെ കാലത്തുണ്ടായിരുന്നത് പോലെ ഇസ്ലാമികമായ ഭരണ സംവിധാനമില്ലെങ്കിലും ആ സക്കാത്തിന്റെ ശേഖരണവും വിതരണവുമൊക്കെ ഒരു പൊതുവായ സമിതി രൂപീകരിച്ചുകൊണ്ട് അർഹതപ്പെട്ടവർക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു സംഭവമാവുകയാണെങ്കിൽ അത് ഏറെ പ്രയോജനപ്രദമാകും എന്നുള്ളത് സമൂഹത്തിൽ നിന്ന് പരക്കെ അംഗീകരിക്കപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ സമൂഹത്തിൽ നിന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് ഇസ്ലാമാവോ? അത് എവിടെയാ പറഞ്ഞത്? സമൂഹത്തിലുള്ള കുറെ ആളുകൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് ഇസ്ലാമാവുന്നാരാ പറഞ്ഞേ? ഒരു സുന്നത്ത് ജമാഅത്തിന്റെ ഒരു പണ്ഡിതനും അംഗീകരിക്കാത്ത ഒരു കാര്യം സമൂഹത്തിലെ വിവരമില്ലാത്ത ആളുകൾ കുറച്ചാളുകൾ അംഗീകരിച്ചു എന്നതുകൊണ്ട് അംഗീകരിച്ചു എന്ന് വന്നാൽ തന്നെ അതെങ്ങനെ ഇസ്ലാമാകുക? അപ്പൊ ഇസ്ലാമിന്റെ തെളിവ് സമൂഹം അംഗീകരിക്കുക എന്നുള്ളതാണോ? അല്ലെ ഖുർആന്, ഹദീസ്, ഇജ്മാ, ഖിയാസ് അങ്ങനെയാണോ? അപ്പൊ മൗലവിമാര് ഇസ്ലാമിനെ ആകെ അട്ടിമറിക്കുകയാണ്. ഇനി മൗലവി പറയുന്ന സംഗതിയുണ്ട്, അതായത് ഞാൻ അദ്ദേഹത്തെ ഖണ്ഡിക്കുന്ന സമയത്ത് നാദാപുരത്ത് വന്ന് പാട്ടുപാടിയ മൗലവി എന്ന് പറഞ്ഞു എന്ന് അദ്ദേഹം വലിയ സങ്കടം പറയുന്നുണ്ട്. അദ്ദേഹം പാട്ട് പാടിയിട്ടില്ലേ? ഞാൻ കുറച്ച് പാട്ട് പാടുന്നുണ്ട്, കേട്ടോളൂ. ബദറൊളിയാൽ ലംഘുന്നേ പരിമളം വീശിടുന്നേ ബഹുമമികും ശൈഖോരെ കുത്തുബൊലിയോരെ സിയം കരുണ തരും യാ ശൈഖുൽ അഅ്ളമ പീരേ വഴിയറിയാതെന്നും ഇരുളടഞ്ഞ മാർഗത്തിൽ വന്നണഞ്ഞുള്ളോർക്കെന്നും പ്രഭ കനിഞ്ഞോരെ ശൈഖേ തരണമേ ഞങ്ങൾക്കെന്നും ഗുണമബുവോരേ. ഇന്ന ഗാനമേളൊക്കെ വെച്ച് മൂപ്പരെന്തിനാ പറ്റിയാന്നുള്ള ഇൻഷാ അല്ലാഹ് ഞാൻ പിന്നീട് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു തരുന്നത്. ഇനിയൊരു കാര്യം പറയട്ടെ, അബൂജഹലിന്റെ ബഹുമാനം നിങ്ങളല്ലേ നാദാപുരത്ത് എന്ന് പറഞ്ഞത്? അബൂജഹൽ അള്ളാനെ അറിഞ്ഞ ആളാണ്, അള്ളാനെ ഖാലിഖായി അംഗീകരിച്ചയാളാണ്, അള്ളാനെ റാസിഖായി അംഗീകരിച്ചയാളാണ്. അള്ളാഹുവിന് വേണ്ടി അവർ നോമ്പനുഷ്ഠിച്ചിരുന്നു, അള്ളാഹുവിന് വേണ്ടി അവർ നേർച്ച വഴിപാടുകൾ സമർപ്പിച്ചിരുന്നു, അള്ളാഹുവിന് വേണ്ടി അവർ പള്ളിയിൽ ഇഴ്തികാഫിരുന്നിരുന്നു, അള്ളാഹ്ക്ക് വേണ്ടി തന്നെ അവർ തൽബിയത്ത് ചൊല്ലിയിരുന്നു, അള്ളാഹുവിന് വേണ്ടി തന്നെ അവർ തവാഫ് നടത്തിയിരുന്നു, അള്ളാഹുവിന് വേണ്ടി തന്നെ അവർ ധർമ്മം ചെയ്തിരുന്നു, അള്ളാഹുവിന് വേണ്ടി തന്നെ അവർ നാക്കാലികളെ അറവ് നടത്തുകയും ചെയ്തിരുന്നു. അള്ളാഹുവിന് വേണ്ടി തന്നെ അബൂജഹലും കൂട്ടരും ചെയ്ത പണികളായി പറഞ്ഞൊക്കെ അബൂജഹലിന്റെ മൗലൂദ പോതി. നമ്മളെ മഹാന്മാരെ മൗലൂദിയല്ലേ കുഴപ്പമുള്ളൂ. അള്ളാഹു തആല അർശിന്റെ മുകളിൽ കാല് താഴ്ത്തിയിട്ടോ ഇരിക്കുന്നത് അല്ലെങ്കിൽ പൊക്കിയിട്ടോ എന്നറിയില്ല എന്ന് പറഞ്ഞു നിങ്ങൾ തന്നെയല്ലേ? ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്താ വിശ്വസിക്കുന്നത്? അള്ളാഹു അർശിന്മേലാണ്. എങ്ങനെ? കൈഫശാ, അവനുദ്ദേശിക്കുന്നത് പോലെ, അവനുദ്ദേശിക്കുന്ന പ്രകാരത്തിൽ. അതിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ഹദ് നിർണ്ണയിക്കാൻ പറ്റൂല. എങ്ങനെ അപ്പുറമൊക്കെ അതിന്റെ അതിർത്തി എത്ര പ്ലേസ് വേണം അതൊന്നും നമ്മൾ പറയാൻ പാടില്ല. ഇരിക്കുന്ന രൂപ എങ്ങനെ മേപ്പോട്ട് നോക്കിയിട്ടോ താഴത്തേക്ക് നോക്കിയിട്ടോ കാല് നോക്കിയിട്ടോ ആ നിലക്കുള്ള ഒരു വർത്തമാനവും പറയാൻ പാടില്ല. ഇങ്ങനത്തെ നിങ്ങളാണോ ഇപ്പൊ സക്കാത്തിന്റെ വിഷയം സമൂഹത്തോട് പറയുന്നത്? ഇനി ഇദ്ദേഹം പറയുന്നത് കേട്ടോളൂ. ഇരുട്ടുകൊണ്ടുള്ള ഓട്ടയടക്കലൊന്ന് കേട്ടോളൂ. എന്താ മൂപ്പര് പറയുന്നത്?
അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്, എൻ്റെ ഒരു ക്ലിപ്പ് വെക്കുമ്പോൾ അത് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ വെക്കാൻ പോലും ഇദ്ദേഹം തയ്യാറായില്ലല്ലോ. എന്നിട്ട് ഇരുട്ടുകൊണ്ട് ഓട്ടയെടുക്കാൻ, ഇതിൻ്റെ ഇരുട്ടുകൊണ്ട് ഓട്ടയെടുക്കല്. ആ ക്ലിപ്പ് സ്പീഡ് കൂട്ടിയിട്ട് ഒരാൾക്കും തിരിയാത്ത രൂപത്തിൽ എൻ്റെ ക്ലിപ്പ് കേൾപ്പിച്ചിട്ട് പിന്നെ അതിൻ്റെ വിശദീകരണം മൗലവിൻ്റെ വക സ്വന്തം പറയാം. അങ്ങനെയാണോ ഒരു നീതിയും മര്യാദയുള്ള മനുഷ്യൻ ചെയ്യേണ്ടത്? അതെന്തുകൊണ്ട് കൃത്യമായിട്ട് അത് ഉള്ളതുപോലെ തന്നെ കേൾപ്പിക്കാൻ പറ്റാതെയായിപ്പോ ഈ മൗലവിക്ക്? ഇനി എന്താണ് അദ്ദേഹം പറയുന്നത് നോക്കാം. എന്നെ സംബന്ധിച്ച് പറയാണ്, മുസ്ലിയാര് പറയുന്നത് എന്താണ്? മുസ്ലിയാര് പറയുന്നത് ഇതിൽ കമ്മിറ്റിക്ക് സക്കാത്ത് ഏൽപ്പിച്ചു എന്നവിടെ, കമ്മിറ്റിക്ക് കൊടുക്കണം എന്നവിടെ, കമ്മിറ്റി പിരിച്ചു എന്നവിടെ, ഇതൊക്കെയാണ് പേരോട് മുസ്ലിയാർക്ക് ചോദിക്കാനുള്ളത്. പി എ അബ്ദുള്ള മുസ്ലിയാർ, പി എ അബ്ദുള്ള മൗലവി എന്ന് പറയുന്ന പണ്ഡിതൻ 29ാമത്തെ വയസ്സിൽ എഴുതിയ ഒരു ലേഖനം. ആ ലേഖനത്തിൽ അദ്ദേഹം ഒരു സ്ഥലത്തും കമ്മിറ്റിയെ വക്കാലത്താക്കണമെന്ന് മൗലവി പറഞ്ഞതുപോലെ പറഞ്ഞിട്ടില്ല. കമ്മിറ്റിയെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. കമ്മിറ്റിയെ ഏൽപ്പിച്ച് കമ്മിറ്റി വിതരണം ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. ഇതൊന്നും പറഞ്ഞിട്ടില്ല. ആ ലേഖനത്തിൽ അദ്ദേഹം വായിച്ചതിൽ തന്നെ ഉള്ളത് എന്താണ്? എന്നാൽ നമുക്ക് അങ്ങനെയുള്ള ഇസ്ലാമിയ ഹുക്കൂമത്ത് ഇല്ലെങ്കിലും ഓരോ ദേശക്കാരും യോജിച്ചുകൊണ്ട് മുഖ്ലിസുകളായ ഉലമാക്കളും വിശ്വസ്തന്മാരായ പൗരന്മാരും അടങ്ങിയ ഒരു ജംഇയ്യ കമ്മിറ്റി രൂപീകരിച്ച് ഇസ്ലാം നിർദ്ദേശിക്കുന്ന അതേ രൂപത്തിൽ അവകാശികൾക്ക് വിതരണം ചെയ്യുന്നതായാൽ അത് വളരെ പ്രയോജനപ്രദമായിരിക്കുന്നതാണ്. അപ്പൊ കമ്മിറ്റി രൂപീകരിക്കുന്നത് എന്തിനാ? ഇസ്ലാം നിർദ്ദേശിക്കുന്ന രൂപത്തിൽ വിതരണം ചെയ്യാനാ. ഇസ്ലാമിന്റെ നിർദ്ദേശത്തിൽ ഒരു സ്ഥലത്തും കമ്മിറ്റിക്ക് ഏൽപ്പിച്ചിട്ട് കമ്മിറ്റി വിതരണം ചെയ്യുക എന്നതില്ല. അപ്പൊ അതിനെ വിതരണം ചെയ്യുന്നത് ആരാ? വിതരണം ചെയ്യേണ്ടവര് വിതരണം ചെയ്യുന്നു. അതിന് മൗലവി എന്തൊക്കെ ചോദിച്ചിട്ട് കാര്യമുണ്ടോ? ഈ വാചകത്തിൽ അതില്ല. പിന്നെ അദ്ദേഹം പറയുന്നുണ്ട്, എന്താണ് പി എ അബ്ദുള്ള മൗലവി പറഞ്ഞത്? സദഖത്തുൽ മുസ്ലിയാർക്ക് മനസ്സിലായി, പേരോടിനാണത് മനസ്സിലാകാത്തത്. അങ്ങനെയാണോ? ഈ പി എ അബ്ദുള്ള മൗലവി തന്നെ കൊടുത്ത, അദ്ദേഹം എഴുതി അദ്ദേഹത്തിന്റെ ലെറ്റർ ഹെഡിൽ കൊടുത്ത ഒരു അറിയിപ്പാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിക്കുന്നത്. മഹല്ല് ജമാഅത്തുകളുടെ സത്വര ശ്രദ്ധക്ക് ഈ എഴുത്ത് ജുമഅക്ക് ശേഷം വായിച്ച് പൊതുജനങ്ങളെ അറിയിക്കേണ്ടതാണ്. സംഘടിത സക്കാത്ത് മതദൃഷ്ട്യാ സാധുവല്ല. മതകാര്യങ്ങൾ ആധുനീകരിക്കാനുള്ള വെമ്പലിലാണ് ഇന്ന് പലരും. ചില സ്ഥലങ്ങളിൽ ഉടലെടുത്ത സക്കാത്ത് കമ്മിറ്റി അതിന്റെ ഉദാഹരണങ്ങളാണ്. ഇസ്ലാമിൽ സക്കാത്ത് വിതരണം 3 വിധത്തിലാണ്. ഒന്ന്, മുസ്ലിം ഭരണാധികാരികൾ സക്കാത്ത് സംഭരിച്ചു ബൈത്തുൽ മാലിൽ പൊതുഖജനാവിൽ നിക്ഷേപിക്കുകയും അതിൽ നിന്ന് ആവശ്യാനുസരണം അർഹരായ ആളുകൾക്ക് നൽകുകയും ചെയ്യുക. 2, വ്യക്തികൾ അവരവരുടെ സക്കാത്ത് അർഹരായ ആളുകൾക്ക് നേരിൽ കൊടുക്കുക. 3, ഏതെങ്കിലും ഒരാളെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഫിഖ്ഹ് ഗ്രന്ഥങ്ങളിൽ വിവരിച്ച ഉപാധികളോടുകൂടി, അപ്പോൾ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പറഞ്ഞ ഉപാധികളോടുകൂടി വക്കാലത്ത് മുഖേന ഏൽപ്പിച്ച് വിതരണം ചെയ്യുക, അല്ലെ വ്യക്തികൾ വിതരണം ചെയ്യുക, അല്ലെ ഭരണാധികാരി ഏൽപ്പിക്കുക. ഈ 3 അല്ലാത്ത മറ്റൊന്നില്ലെന്നും ശേഷം അദ്ദേഹത്തിന് എഴുതുന്ന കണ്ടോളൂ, 3ാമത്തെ ഇനത്തേക്കാൾ ശ്രേഷ്ഠമായത് 2ാമത്തെ ഇനമാണെന്ന് ഫുഖഹാക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട്. കമ്മിറ്റികൾ പിരിക്കുന്നതും വിതരണം ചെയ്യുന്നതുമായ സക്കാത്ത് മേൽ വിവരിച്ച 3 ഇനങ്ങളിൽപ്പെട്ടതല്ല. ഈ കാരണത്താൽ തന്നെ അത് സാധുവാവുകയില്ല എന്ന് പി എ അബ്ദുള്ള മൗലവി ഖാദി സംയുക്ത ജമാഅത്ത് കാഞ്ഞങ്ങാട് അദ്ദേഹം അന്ന് കൊടുത്ത കത്ത്, എല്ലാ മഹല്ലിലും വിതരണം ചെയ്യാൻ വേണ്ടി കൊടുത്ത കത്താണിത്. അപ്പൊ ഈ രൂപത്തിൽ കൃത്യമായി 3 വിധത്തിലേ സക്കാത്ത് കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് കൃത്യമായി മഹല്ലുകൾക്ക് നിർദ്ദേശം കൊടുത്ത ഒരു പണ്ഡിതനെ അദ്ദേഹം 1952 സക്കാത്ത് പിരിച്ചെടുത്ത് എന്നിട്ട് അത് വിതരണം ചെയ്യാൻ വേണ്ടി കമ്മിറ്റി ഉണ്ടാക്കി പ്രവർത്തിക്കാമെന്ന് പറഞ്ഞിരുന്നു എന്ന് ദുർവ്യാഖ്യാനം ചെയ്തത് ഈ മൗലവിമാരല്ലേ? അപ്പോൾ അന്നത്തെ കാലത്ത് ഈ ലേഖനം കണ്ടിട്ട് നിങ്ങളെപ്പോലത്തെ ഓരോരുത്തർ ദുർവ്യാഖ്യാനം ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ബഹുമാനപ്പെട്ട സദഖത്തുൽ മുസ്ലിയാർ ഹിദായത്തുൽ മുഅ്മിനീൻ മാസികയിൽ അതേ സക്കാത്ത് കമ്മിറ്റിയെ ഏൽപ്പിച്ച് കമ്മിറ്റി വിതരണം ചെയ്യുന്ന പരിപാടി പറ്റില്ല എന്ന് പറഞ്ഞ് ലേഖനം എഴുതിയത്. സദഖത്തുൽ മുസ്ലിയാർ എഴുതിയത് സമസ്ത കേരള ജമിയത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ്. നിങ്ങൾ പോസ്റ്റർ കൊടുത്തതിനെ സമസ്ത 1952 അനുവദിച്ചു എന്നാണ്. എന്തൊരു വഞ്ചനയാണ് നിങ്ങൾ ജനങ്ങളോട് ചെയ്തത്. സമസ്ത കേരള ജമിയത്തിന്റെ വൈസ് പ്രസിഡന്റായ സദഖത്തുൽ മുസ്ലിയാർ വളരെ പക്വതയോടുകൂടി ആ വിഷയം കൈകാര്യം ചെയ്തതാണ്. എന്നിട്ട് നിങ്ങൾ തന്നെ ഒരു സ്ഥലത്ത് ചോദിക്കുന്നുണ്ട്, അത് തിരുത്തിയിട്ടുണ്ടോ, പിന്നെ അന്ന് തിരുത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ അൽ ബയാൻ നിങ്ങൾ പിൻവലിക്കുന്നുവോ, അല്ലെങ്കിൽ അൽ ബയാനിൽ അങ്ങനെ ഇല്ലെന്നാണോ? ഇല്ലെങ്കിൽ എന്താണ് അതിന്റെ യഥാർത്ഥ വശം എന്നും നിങ്ങൾക്ക് പറയാമല്ലോ. അതേപോലെ തന്നെ അല്ലെങ്കിൽ ഉണ്ട്, പിന്നീട് അൽ ബയാനിൽ അത് തിരുത്തിയിട്ടുണ്ട് എന്നാണോ? ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. നിങ്ങൾ അത് തിരുത്തിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞോളൂ. ഇത് നിങ്ങൾ കണ്ടുകൊണ്ട് തന്നെയല്ലേ ഈ കള്ളത്തരങ്ങൾ മുഴുവൻ ചെയ്തു തീർത്തത്, ആളുകളെ സക്കാത്ത് ബാത്തിലാക്കാൻ വേണ്ടി. ഇനി
ഇദ്ദേഹം പറയുന്നത് കേട്ടോളി. മുസ്ലിയാർ പറയുന്നത് ഇതിൽ കമ്മിറ്റിക്ക് സക്കാത്ത് ഏൽപ്പിച്ചു എന്നവിടെ, കമ്മിറ്റിക്ക് കൊടുക്കണം എന്നവിടെ, കമ്മിറ്റി പിരിച്ചു എന്നവിടെ, ഇതൊക്കെയാണ് പേരോട് മുസ്ലിയാർക്ക് ചോദിക്കാനുള്ളത്. അതെ, ഞാൻ അത് തന്നെയാണ് ചോദിക്കുന്നത്. ആ ലേഖനത്തിൽ അങ്ങനെ ഒരു വാചകം നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുമെന്നാണ് ഞാൻ വെല്ലുവിളിച്ചത്. നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിഞ്ഞില്ലല്ലോ. നിങ്ങൾ അതിന് ചെയ്തത് എന്താണ്? മേലെ ഖുലഫാഉർ റാഷിദീൻ നിങ്ങളെ കാലത്ത് അങ്ങനെ ചെയ്തിരുന്നു, കമ്മിറ്റിയല്ല, ഖുലഫാഉർ റാഷിദീൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ട് ചെയ്തിരുന്നുള്ള വാചകം വായിച്ചു. അതിനിവിടേക്കാ തർക്കം. കമ്മിറ്റിയെ ഏൽപ്പിക്കണമെന്നോ വക്കാലത്താക്കണമെന്നോ കമ്മിറ്റിയെ ഏൽപ്പിച്ച് കമ്മിറ്റി വിതരണം ചെയ്യണമെന്നോ അതിൽ പറഞ്ഞിട്ടുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. അതിന്റെ വാചകമാണ് നിങ്ങൾ വായിക്കേണ്ടത്. നിങ്ങൾ എന്തോന്ന് ഇസ്തിംബാത്ത് ചെയ്തിട്ട് കണ്ടുപിടിച്ചിട്ട് പറയാൻ അത് കേൾക്കേണ്ട ആവശ്യമില്ല. മുസ്ലിം സമുദായത്തിനില്ല, പണ്ഡിതന്മാർക്ക് അതിലേക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആ വാചകം ഉണ്ടെങ്കിൽ കേൾപ്പി. ആ പറഞ്ഞ ലേഖനത്തിൽ അങ്ങനെ ഒരു വാചകം ഉണ്ടെങ്കിൽ അത് കേൾപ്പിക്കുക. ഇനി അദ്ദേഹം ചോദിക്കുന്ന ചില ന്യായം കേട്ടുള്ളൂ, അത് അതിനേക്കാൾ രസമല്ല. ഇസ്ലാമിക ഹുക്കൂമത്ത് ഇല്ലാത്തത് കൊണ്ട് ഇനി ഓരോരുത്തരാണ് കൊടുത്താൽ മതി, വ്യക്തികൾക്ക് കൊടുത്താൽ മതി എന്നല്ലല്ലോ മുസ്ലിയാരെ പറഞ്ഞത്. നേരത്തെ നിങ്ങൾ തന്നെയല്ലേ വായിച്ചത്? വ്യക്തികൾ കൊടുത്താൽ മതി, അതിന്റെ ശേഷം ഉണ്ട് എന്ന് വായിച്ചത് നിങ്ങളല്ലേ? വ്യക്തികൾ തന്നെ തങ്ങളുടെ സക്കാത്ത് ശരിയായ വിധത്തിൽ വിതരണം ചെയ്താലും മതിയാകാതെയല്ല. ഇപ്പൊ എങ്ങനെ അത് മാറിയത്? നിങ്ങൾ ശരിക്കും നല്ല കൃത്യമായിട്ട് ലെവലോടുകൂടി തന്നെയല്ലേ ഈ പ്രസംഗിക്കുന്നതൊക്കെ? ഇനി അടുത്ത വാചകം. പേരോടിന്റെ കണ്ടുപിടുത്തം എന്താ? വിതരണം ചെയ്യാന്നല്ലേ പറഞ്ഞുള്ളൂ. അപ്പൊ കമ്മിറ്റി വിതരണം ചെയ്യാൻ മാത്രമാണ് കമ്മിറ്റി. അതാണ് PA അബ്ദുള്ള മൗലവി പറഞ്ഞത്. ശേഖരിക്കല് പറഞ്ഞിട്ടില്ല, വസൂലാക്കല് പറഞ്ഞിട്ടില്ല. എന്താ പേരോട്? ഏതൊരു കുട്ടിക്കും ഇത് കേട്ടാ മനസ്സിലാവൂലേ? ഒരു കമ്മിറ്റിക്ക് ഒരു സാധനം വിതരണം ചെയ്യണമെന്നുണ്ടെങ്കിൽ സംഗതി ആ കമ്മിറ്റിയുടെ കയ്യിൽ കിട്ടണ്ടേ? അല്ലാതെ വായുവൊന്നും എടുത്തു കൊടുക്കുക, അതോ ഇവിടെ ഇങ്ങനെ ആൾക്കാരൊക്കെ കൂടി ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുക, അവരെടുത്ത് കൊടുന്നു കൊടുക്കാതെ അവിടുന്ന് ഇവിടുന്നൊക്കെ മുതലാളിമാരെ സക്കാത്ത് ഇങ്ങനെ അവിടെ ഇവിടെയും കൊടുന്നു വെച്ചത് അവർ പോയിട്ട് എടുക്കുക എന്നാണോ? എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എന്താണ് ഇതൊക്കെ? ആർക്കും മനസ്സിലാവില്ല. ഇനിയിപ്പോ അവിടെയും പ്രത്യേകം ഇതന്നെ പറയണോ? അവിടെയും പ്രത്യേകം പറയണ്ടേ? ഇസ്ലാം നിർദ്ദേശിക്കുന്ന വിധത്തിൽ നല്ലേ അവിടെ പറഞ്ഞത്? ഇസ്ലാം നിർദ്ദേശിക്കുന്ന വിധത്തിൽപ്പെട്ടതാണോ ഈ കമ്മിറ്റിയെ ഏൽപ്പിക്കലും എന്നിട്ട് കമ്മിറ്റി വിതരണം ചെയ്യലും? അവിടെ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം എഴുതിയിട്ടില്ലേ? ഇസ്ലാം നിർദ്ദേശിക്കുന്ന അതേ രൂപത്തിൽ അവകാശികൾക്ക് വിതരണം ചെയ്യുന്നതായാൽ ഇത് കമ്മിറ്റിയാണ് വിതരണം ചെയ്യുന്നത്, നിങ്ങൾ ഉണ്ടാക്കിയല്ലേ? ഈ വിതരണം ചെയ്യുന്നതിന്റെ ഫായിലാരാണ്, കർത്താവാരാണ്? അത് കമ്മിറ്റിയാണെന്നുള്ളത് നിങ്ങൾ ഉണ്ടാക്കിയല്ലേ? മൂപ്പര് പറഞ്ഞോ കമ്മിറ്റി വിതരണം ചെയ്യുന്നതായാൽ? പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ PA അബ്ദുള്ള മൗലവി കമ്മിറ്റി വിതരണം ചെയ്യുന്നതായെന്ന് പറഞ്ഞിട്ടില്ല. കമ്മിറ്റി വിതരണം ചെയ്യുന്നതായെന്ന് പറഞ്ഞാലേ നിങ്ങൾ ഈ ചോദ്യത്തിന് അർത്ഥമുള്ളൂ. കാരണം കമ്മിറ്റി കിട്ടാതെ എങ്ങനെയാ വിതരണം ചെയ്യാൻ? ഇവിടെ വിതരണം ചെയ്യാന്നാ പറഞ്ഞത്. അതായത് അവകാശികൾക്ക് മുതലാളിമാര് വിതരണം ചെയ്യാത്തത് കൊണ്ട് അവർക്ക് വിതരണം ചെയ്യാനുള്ള സഹായത്തിനു വേണ്ടിയും അതുപോലെ പാവപ്പെട്ടവർക്ക് ഇത് കിട്ടാനുള്ള സഹായത്തിനു വേണ്ടിയും കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തിക്കാന്നാ പറയുന്നത്. അതിലൂടെ ആർക്കാണ് തർക്കം? അതേസമയത്ത് കമ്മിറ്റിയെ വക്കാലത്താക്കുന്നതോ കമ്മിറ്റിയെ ഏൽപ്പിക്കുന്നതോ കമ്മിറ്റി വിതരണം ചെയ്യുന്നതോ ഇവിടെ പരാമർശിച്ചിട്ടില്ല, പറയേയില്ല. കാരണം PA മൗലവിയുടെ ആശയം നമ്മൾ അദ്ദേഹം തന്നെ എഴുതിയിട്ട് മഹലിൽ വിതരണം ചെയ്ത് നമ്മൾ കണ്ടില്ല അദ്ദേഹത്തിന്റെ ലെറ്റർ ഹെഡിൽ. അപ്പൊ ആ പറഞ്ഞത് കമ്മിറ്റി വിതരണം ചെയ്യുന്നതിനെ പറ്റിയല്ല. കമ്മിറ്റി വിതരണം ചെയ്യുകയാണെങ്കിലല്ലേ നിങ്ങളാ ചോദ്യം, കമ്മിറ്റിയുടെ കൈ കിട്ടാതെ എങ്ങനെയാ വിതരണം ചെയ്യാന്നുള്ള ചോദ്യം. അപ്പൊ അതുകൊണ്ട് അത് പൂർണ്ണമായും നിങ്ങൾ ആളുകളെ കബളിപ്പിക്കുകയാണ്, യാതൊരു സംശയവും വേണ്ട. ഇനി ഞാനതുകൊണ്ട് തന്നെയാണ് ആ കാര്യം കൃത്യമായി അവിടെ പറഞ്ഞിട്ടുള്ളത്. ഒരിക്കലും നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ആ വാചകത്തിൽ അങ്ങനെ ഒന്നും കാണിക്കാൻ കഴിയില്ല. ഇനി നിങ്ങളൊരു വെല്ലുവിളി വിളിക്കുന്നതിന് ശേഷം അതിൽ നിങ്ങൾ ചോദിക്കുന്നുണ്ട്, അങ്ങനെ PA അബ്ദുള്ള മൗലവി പറഞ്ഞതുപോലെയുള്ള ഒരു പരിപാടി അത് ഇവിടെ വല്ല കിതാബിലും കാണിച്ചു തരുമെന്ന് ചോദിക്കുന്നുണ്ട്. നാലാമത്തെ വിതരണത്തിന്റെ രൂപം PA അബ്ദുള്ള മൗലവി പറഞ്ഞതുപോലെ നിങ്ങൾ അതിലെന്താ തെറ്റെന്നും ചോദിച്ച് അതിന് അംഗീകാരം കൊടുത്തല്ലോ. അതേപോലെയുള്ള ഒരു വിതരണ രീതിക്ക് കമ്മിറ്റി ഉണ്ടാക്കാം എന്ന് നിങ്ങളുടെ ഏത് ഫിഖ്ഹിന്റെ കിതാബിലാണ് ഉദ്ധരണിയുള്ളത്? അത് പേരോടൊന്ന് കാണിക്കൂ. നിങ്ങൾ ഏതെങ്കിലും ഒരു കിതാബിൽ നിങ്ങൾ ഈ പറയുമ്പോൾ ഒരു കമ്മിറ്റി ഉണ്ടാക്കി വിതരണം ചെയ്യുന്നത് കാണിച്ചു തരുമോ? നിങ്ങൾ റഷീദുകൾ ഉണ്ടാകുന്നതിന് മുമ്പ്, മുജാഹിദിന്റെ നേതാക്കന്മാരുണ്ടാകുന്നതിന് മുമ്പ് അങ്ങനെ ഒരു കമ്മിറ്റി വിതരണം ചെയ്യുന്ന സ്വഭാവം 1300 കൊല്ലത്തിലെടുക്ക് ലോകത്ത് ഏതെങ്കിലും ഒരു പണ്ഡിതന്മാർ ഏതെങ്കിലും കിതാബ് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുമോ? ഇനി ഒന്നുകൂടി ഞാൻ പറയാം. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഏകദേശം ഇതേ രൂപത്തിലുള്ള ഒരു വിഷയം പറയുന്നത് കണ്ടോ? അതായത് ഒരു ചെറിയ തുക മാത്രമേ, അല്ലെങ്കിൽ കുറഞ്ഞ അരി മാത്രമേ കൊടുക്കാനുള്ളൂ ഫിത്ർ സക്കാത്ത്. പക്ഷേ അവകാശികൾ കുറേയുണ്ട്, ആകെ ഒരു സഹായമുള്ളൂ, അതെങ്ങനെ കൊടുക്കും എന്ന ചർച്ചയിൽ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നത് കണ്ടോളൂ. ഫൈൻ അസുറ അലൈഹി ദാലിക ലിഖില്ലത്തിൽ വാജിബി ഫലിയതശാറക ജമാഅത്തുൻ മിമ്മൻ അലൈഹിമു സക്കാത്തു. സക്കാത്ത് നിർബന്ധമായ ആളുകൾ എല്ലാവരും കൂടി ഒന്ന് പരസ്പരം പങ്കുചേരുക. എങ്ങനെ? വലിയുഖ്ലിതു മാല നഫ്സിഹി ബിമാലിഹിം.
എന്നിട്ട് അവരുടെ മുതൽ മറ്റുള്ളവരുടെ മുതലിൽ കലർത്തുക. വൽ യജ്മഇൽ മുസ്തഹിഖീന, അവകാശികളെ അവിടെ ഒരുമിച്ച് കൂട്ടുക. വൽ യുസല്ലിം ഇലൈഹിം, എന്നിട്ട് അവകാശികൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. ഹത്താ യതസാഹമൂ ഫീഹി, അവർ അത് ഒന്നിച്ച് അവർ ഓഹരി ചെയ്ത് എടുക്കുക. ഫൈന ദാലിക ലാ ബുദ്ദ മിൻഹു, അത് കൂടാതെ കഴിയില്ല എന്ന് ഇമാം ഗസാലി റളിയല്ലാഹു പറഞ്ഞില്ലേ. അപ്പോൾ അവിടെ എന്ത് വേണം? അവകാശികളെ ഒരുമിച്ച് കൂട്ടണം, കൊടുക്കുന്നവരെ ഒരുമിച്ച് കൂട്ടണം, അവർക്ക് ആ ഒരുമിച്ച് കൂട്ടാനുള്ള സ്വത്ത് ഇവിടെ എത്തിക്കാനുള്ള സഹായം ചെയ്യണം. ഇങ്ങനെ തുടങ്ങി ഒരുപാട് സഹായങ്ങൾ ചെയ്യാനില്ലേ. അത്തരം സഹായങ്ങൾക്ക് വേണ്ടി ഒരു സമൂഹം ഒരു കമ്മിറ്റി ഉണ്ടാക്കുകയാണെങ്കിൽ യാതൊരു കുഴപ്പവും ആരും പണ്ഡിതന്മാർ പറയുന്നില്ല. അത് തന്നെയാണ് മഹാനായ തെലിക്കുത്ത് ഉസ്താദ് അവറുകളും പറഞ്ഞത്. അത് ഞാൻ അന്ന് വായിച്ചിട്ടുണ്ടല്ലോ, നിങ്ങളൊക്കെ മൂടി വെക്കല്ലേ. അപ്പം തെലിക്കുത്ത് ഉസ്താദ് പറഞ്ഞ അതാണ്, സക്കാത്ത് മുതലാളിമാരിൽ നിന്ന് ഇങ്ങോട്ട് കമ്മിറ്റി വാങ്ങാതെ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് സഹായം ചെയ്യുന്നു. ഹജ്ജ് കമ്മിറ്റി പോലെ. ഹജ്ജ് കമ്മിറ്റി ഹജ്ജ് ചെയ്യാനല്ല കമ്മിറ്റി, ഹജ്ജിന് പോകുന്നവരെ സഹായിക്കാനാണ് കമ്മിറ്റി. അതുപോലെ സക്കാത്ത് കൊടുക്കുന്നവരെയും കിട്ടേണ്ടവരെയും സഹായിക്കാൻ വേണ്ടി ഒരു കമ്മിറ്റി ഉണ്ടാക്കി പ്രവർത്തിച്ചാൽ ഏകദേശം ആളുകളും കൊടുക്കാനുള്ള അവസരം ഉണ്ടാവും. കാരണം അവർക്ക് ഈ പ്രയാസങ്ങളൊക്കെ കമ്മിറ്റി മുഖേന അങ്ങ് രക്ഷപ്പെടും. അതേപോലെ തന്നെ വാങ്ങുന്നവർക്ക് ഇത് കിട്ടാൻ സൗകര്യം ഉണ്ടാകും. ഇതാണ് പി എ അബ്ദുള്ള മൗലവി പറഞ്ഞത്. അല്ലാതെ കമ്മിറ്റി സക്കാത്ത് വാങ്ങുക എന്നൊരു വിഷയം ഇസ്ലാമിൽ ഇല്ല, വാങ്ങിയിട്ട് കൊടുക്കാനുമില്ല. അതേ സമയത്ത് നിങ്ങൾ അവിടെ നിന്നൊക്കെ പോയിട്ട് സക്കാത്ത് വാങ്ങിയിട്ട് ലോകത്തുള്ള എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞതിനെതിരായി നിങ്ങൾ സക്കാത്ത് വിൽക്കുകയാണ്, സക്കാത്ത് വിറ്റ് വേറെ സാധനം വാങ്ങുകയാണ്, ഫാക്ടറി തുടങ്ങുകയാണ്, പത്രം തുടങ്ങുകയാണ്, മീഡിയ നടത്തുകയാണ്, അതുപോലെ നിങ്ങളുടെ സംഘടന നടത്തുകയാണ് എന്ന് മാത്രമല്ല നിങ്ങൾ കടം കൊടുക്കുകയാണ്, അതേപോലെ തന്നെ ബാങ്കിലിട്ടിട്ട് പലിശ വാങ്ങുകയാണ്. ഇതിൻ്റെ ഒക്കെ തെളിവ് ഞാൻ എൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് കാമാന്ന് പറയാതെ ഈ പി എ അബ്ദുള്ള മൗലവിയുടെ ലേഖനത്തെ വീണ്ടും ഉരുട്ടി മരട്ടിയിട്ട് എന്തിനാണ് മൗലവി ഉരുണ്ട് കളിക്കേണ്ട ആവശ്യം എന്താണ്? സക്കാത്ത് വിഷയത്തിൽ ഒരു പിടുത്തവും കിട്ടൂല എന്ന് തോന്നിയപ്പോൾ മൗലവി പറഞ്ഞൊരു രസമുള്ള പരിപാടികളുണ്ട്. അതായത് അദ്ദേഹം നാദാപുരത്ത് വന്ന് പാട്ട് പാടുന്ന സമയത്ത് അദ്ദേഹത്തിന് തെളിവ് കിട്ടിയില്ല പോലും. പിന്നെ ചില തെളിവുകൾ കിട്ടി എന്ന് പറയുന്നുണ്ട് മൗലവിൻ്റെ ആ വീഡിയോ ക്ലിപ്പ്. അപ്പോൾ കോടതി വിരിഞ്ഞിട്ട് കാര്യം തിരിഞ്ഞു എന്ന് പറഞ്ഞെടുത്ത് കാര്യമുണ്ട് മൗലവി അന്ന് തന്നെ പറയണ്ടേനോ, അതൊക്കെ അതിൻ്റെ മറുപടിയും കിട്ടൂലായിരുന്നു ആ സമയത്ത്. അതുകൊണ്ട് ഇങ്ങനത്തെ ഒന്നും ഇപ്പം എടുക്കണ്ട, അതൊക്കെ നമുക്ക് വേറെ പറയാം. ആദ്യത്തെ ഞാൻ നിങ്ങളെ വെല്ലുവിളിച്ചതല്ലേ, നേരിട്ടിരുന്ന് സംസാരിക്കാൻ ധൈര്യമുണ്ടോ? ഇതുവരെ നിങ്ങളെ തയ്യാറായിനോ? പിന്നെ എന്തിനാണ് വെറുതെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് ആളുകൾ കബളിപ്പിക്കേണ്ട ആവശ്യം എന്താണ്? അള്ളാഹു തആല ഹിദായത്തിന്റെ വെളിച്ചം തരട്ടെ. ഇസ്ലാമിന്റെ കാര്യം ഉള്ള പോലെ പറഞ്ഞാൽ പോരെ. പടച്ചവനെ പേടിയില്ലേ നിങ്ങൾക്ക്? പടപ്പുകളെയും പേടിയില്ലേ? ഒരു അള്ളാഹിനെ പേടിച്ചുകൊണ്ട് വേണ്ട ഒരു ഇസ്ലാമിക പ്രവർത്തനം, ഇസ്ലാമിന്റെ വിഷയം പറയാൻ. നിങ്ങൾ ലായജൂസിന്റെ ലാകട്ടിട്ട് യജൂസൂന്നാക്കി മാറ്റിയിട്ട് ജനങ്ങളെ സക്കാത്ത് നഷ്ടപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ച ഷിയാക്കളുടെ ഏർപ്പാടല്ലേ പള്ളിക്കും അതുപോലെ എല്ലാ സംഘടനക്കും സക്കാത്ത് കൊടുക്കാന്നുള്ളത്? ഈ ഷിയാക്കളുടെ ആശയല്ലേ നിങ്ങളിവിടെ പ്രചരിപ്പിച്ചത്? അതുകൊണ്ട് ഇനി മേലിലെങ്കിലും ഇത്തരം വെട്ടിപ്പുകളും തട്ടിപ്പുകളും കുതന്ത്രങ്ങളും ഒക്കെ നിർത്തിയിട്ട് യകൂനു ഫി ആഖിരി സമാനി ദജ്ജാലൂന കദ്ദാബൂന എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ധാരാളം കളവ് പറയുകയും അതുപോലെ കബളിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം ഖിയാമത്ത് നാളിൽ വരും. അവർ പറയുന്നത് നിങ്ങളെ മുൻഗാമികളായ പൂർവികർ കേൾക്കാത്ത വർത്തമാനങ്ങളായിരിക്കും. അതുകൊണ്ട് ഇയ്യാക്കും വയ്യാഹും അവരെ നിങ്ങൾ സൂക്ഷിക്കണം, ലായുദില്ലൂനൊക്കെ അവരെ നിങ്ങൾ പിഴപ്പിക്കരുത് എന്ന് നബി സല്ലല്ലാഹു നിങ്ങൾ പറഞ്ഞത് ഞങ്ങൾ സമൂഹത്തിന്റെ മുമ്പിൽ പറയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഈ തട്ടിപ്പുകളും വെട്ടിപ്പുകളും നിർത്തിയിട്ട് ഇസ്ലാം ദീനിന്റെ ശരിയായ ആശയമായ സുന്നത്ത് ജമാഅത്തിലേക്ക് തിരിച്ചു വന്ന് നിങ്ങൾ അബൂജഹലിന്റെ മദ്ഹ് പറയുന്നതും അതുപോലെ അള്ളാഹുവിനെ സംബന്ധിച്ച് കയ്യും കാലും ഉണ്ട് എന്നും പടച്ചവന് ചന്തി വെച്ചിരുന്നു അങ്ങനല്ലേ സിംഹാസനസ്ഥനായി നിങ്ങൾ പറഞ്ഞേ. ആസനം എന്ന് പറഞ്ഞാൽ ചന്തിയല്ലേ, അങ്ങനെ അള്ളാഹു ചന്തിയുണ്ട്. ഇതൊക്കെ പറയുന്ന നിങ്ങളാണോ ഇസ്ലാമിന്റെ വിഷയം പറയുന്നത്? ഇതിനെ സംബന്ധിച്ച് പൊതുസമൂഹം ബോധ്യമുള്ളവരാകണം എന്ന് മാത്രം ഈ സമയത്ത് ഉണർത്തി അള്ളാഹു തആല ഹഖിനെ ഹഖായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.